ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ ശാലിനിയെയും തന്റെ പിറന്നാൾ ആഘോഷത്തിൽ ക്ഷണിക്കുന്ന പപ്പിമോളോട് ശാലിനി സത്യാമ്മയ്ക്ക് ഇതിന് സമ്മതമാണോ എന്ന് അന്വേഷിച്ചു. സത്യാമ്മ പറഞ്ഞിട്ടാണ് ഞാൻ സത്യയെയും സത്യയുടെ അമ്മയെയും വിളിക്കുന്നതെന്ന് പപ്പിമോള് പറഞ്ഞതോടെ ശാലിനി മറുപടി എന്ത് പറയുന്നറിയാനായി കാത്തു നിൽക്കുകയായിരുന്നു വിഷ്ണുവും മറ്റെല്ലാവരും. അവസാനം ശാലിനിയോട് പപ്പി ചോദിച്ചു, ആന്റി പ്ലീസ് സത്യമായിട്ട് ഇവിടേക്ക് വരില്ലേ? എന്റെ ബർത്ത്ഡേ ആഘോഷത്തിൽ പങ്കെടുക്കാൻ വരില്ലേ? സത്യം വന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ കേക്ക് കട്ട് ചെയ്യില്ല എന്ന് പപ്പി പറഞ്ഞതോടെ ശാലിനി പറഞ്ഞു, ശരി മോളെ, ഞങ്ങൾ വരാം, തീർച്ചയായിട്ടും ഞങ്ങൾ നാളെ എത്താം എന്ന് ശാലിനി വാക്ക് നൽകി. അത് കേട്ടതോടെ പപ്പിക്ക് ഒത്തിരി സന്തോഷമാകുന്നു. താങ്ക് യു ആന്റി, ഉമ്മ എന്ന് പറഞ്ഞ് പപ്പിയും ശാലിനിക്ക് ഉമ്മ കൊടുക്കുന്നത് കണ്ട് വിഷ്ണു സന്തോഷത്തോടെ നോക്കിയിരുന്നു. പിന്നീട് ഫോൺ കട്ട് ചെയ്തതിന് ശേഷം ശാലിനി പുഞ്ചിരിച്ചുകൊണ്ട് സത്യയെ നോക്കിയതും സത്യ പറഞ്ഞു, താങ്ക്സ് അമ്മേ, എനിക്കും പപ്പിക്കും നാളെ ബർത്ത്ഡേ ഒന്നിച്ച് ആഘോഷിക്കാവല്ലോ. അമ്മ അങ്ങോട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞല്ലോ, ചക്കരയമ്മ എന്ന് പറഞ്ഞ് പപ്പിയുടെയും സന്തോഷം പോലെ തന്നെ സത്യയും ശാലിനിയുടെ അരികിലെത്തി ശാലിനിയുടെ കവിളത്ത് ഒരു ഉമ്മ കൊടുത്ത്, ഞാൻ ഇക്കാര്യം ശാരദാമ്മയോട് പോയി പറയട്ടെ എന്ന് പറഞ്ഞ് വേഗം ശാരദാമ്മയോട് പറയാനായി സത്യ അകത്തേക്ക് ഓടിപ്പോയി. അപ്പോഴാണ് അവിടെ നിന്ന് പൊന്നി പപ്പിയോട് ചോദിച്ചത്, ഇപ്പോ പപ്പി മോൾക്ക് സങ്കടമൊക്കെ മാറി കാണുമല്ലോ അല്ലേ എന്ന് ചോദിച്ചതും പപ്പി പറഞ്ഞു, എന്റെ സങ്കടമൊക്കെ മാറി. നാളെ എന്റെ ബർത്ത്ഡേയുടെ ഒപ്പം തന്നെ സത്യയുടെയും ബർത്ത്ഡേ ആഘോഷിക്കാൻ ഇങ്ങോട്ട് വരാമെന്ന് ആന്റി സമ്മതിച്ചു. സത്യാമ്മ സത്യയെ ഇങ്ങോട്ട് വിളിക്കാൻ സമ്മതിച്ചില്ലേ? അതുകൊണ്ട് എനിക്ക് സന്തോഷമായി. എന്റെയും സത്യയുടെയും ബർത്ത്ഡേ ഒന്നിച്ചിവിടെ ആഘോഷിക്കാവല്ലോ. അതുകൊണ്ട് എനിക്കിപ്പോ ഒത്തിരി സന്തോഷമുണ്ടെന്ന് പപ്പി പറഞ്ഞത് കേട്ട് പൊന്നു പറഞ്ഞു, അങ്ങനെയാണെങ്കിലേ ദാ ഈ ഭക്ഷണം കഴിച്ചേ, ഇപ്പൊ വലിയ സന്തോഷത്തിലായതുകൊണ്ട് ഇനി കുറച്ച് ഭക്ഷണമൊക്കെ കഴിക്കാം എന്ന് പറഞ്ഞതും ശരി എന്ന് പറഞ്ഞ് സത്യ പപ്പി ഭക്ഷണം കഴിക്കാനായി സമ്മതം മൂളിയതും പൊന്നി കിച്ചണിൽ നിന്ന് കൊണ്ടുവന്ന ആഹാരം സത്യഭാമ പറഞ്ഞു, അതിങ്ങ് താ പൊന്നി, ഞാൻ കൊടുത്തോളാം. അങ്ങനെ പറഞ്ഞുകൊണ്ട് സത്യഭാമ ആ പ്ലേറ്റ് വാങ്ങിച്ച് വളരെ സ്നേഹത്തോടെ പപ്പിക്ക് ഭക്ഷണം കൊടുക്കുന്നു. പപ്പി സന്തോഷത്തോടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ അവിടെ ചുറ്റിനും ഇരിക്കുന്ന തന്റെ ചുറ്റിനുമുള്ളവരെ കുറിച്ചൊക്കെ സത്യഭാമ മനസ്സിൽ ചിന്തിച്ചു. എല്ലാവരും വിചാരിച്ചിരിക്കുകയാണ് ഈ ഭാമ അവളെ ഇങ്ങോട്ട് സ്വീകരിക്കാൻ തയ്യാറായെന്ന്. ഈ ഭാമയെ പറ്റിച്ചു എന്ന സന്തോഷത്തിലിരിക്കുകയാണ് പാവം എന്റെ ഭർത്താവ് രാഘവേട്ടനും ശാലിനിയുടെ അനുജത്തി ശ്യാമയും ഒക്കെ. എന്നാൽ നാളെ അവൾ ഇവിടേക്ക് വരട്ടെ, ആ കുഞ്ഞിനെയും പിടിച്ചുകൊണ്ട് അവൾ ഇങ്ങോട്ട് വരട്ടെ, അപ്പോഴറിയാം എന്റെ സന്തോഷവും സ്നേഹവും ഒക്കെ എന്താണെന്ന്. നാളെ ഇങ്ങോട്ട് എത്തുമല്ലോ, അതിനുശേഷം ഞാൻ പറഞ്ഞു കൊടുക്കും ഈ ഭാമ ആരാണെന്നുള്ള കാര്യം. അപ്പോഴേ എല്ലാവരും ഈ ഭാമയെ തിരിച്ചറിയൂ എന്ന് സത്യഭാമ മനസ്സിലങ്ങനെ ചിന്തിച്ചു. അപ്പോഴും ഇതൊന്നും അറിയാതെ അവിടെ ഉണ്ടായിരുന്ന വിഷ്ണു വലിയ സന്തോഷത്തിലായി. നാളെ ശാലിനിയും സത്യമോളും ഇവിടേക്ക് വരാൻ പോകുന്നു എന്ന് അറിഞ്ഞതോടെ എന്തെന്നില്ലാത്ത സന്തോഷത്തിൽ അങ്ങനെ മുഴുകി നിൽക്കുകയാണ് വിഷ്ണു. പിറ്റേന്ന് രാവിലെ വീട്ടില് ആഘോഷത്തിനുള്ള എല്ലാ അലങ്കാരങ്ങളും കഴിഞ്ഞ് ആ സന്തോഷത്തിൽ പങ്കുചേരാനായി തയ്യാറെടുത്ത് വിഷ്ണു ശാലിനിയുടെയും സത്യമോളുടെയും വരവും പ്രതീക്ഷിച്ച് വാതുക്കൽ അങ്ങനെ കാത്തു നിൽക്കുമ്പോൾ അവിടേക്ക് കാർത്തിക എത്തി. എന്താ വിഷ്ണുവേട്ടാ, ഇന്ന് ആരെയോ വളരെയേറെ പ്രതീക്ഷ നിൽക്കുന്നത് പോലെയാണല്ലോ ഇവിടെ വാതുക്കൽ തന്നെ നിൽക്കുന്നത് എന്ന് കാർത്തിക അന്വേഷിച്ചപ്പോ വിഷ്ണു പറഞ്ഞു, എടോ, ഞാനത് പ്രത്യേകിച്ച് തന്നോട് പറയേണ്ടതുണ്ടോ? അത് ആരാണെന്നുള്ള കാര്യം തനിക്കറിയാവുന്നതല്ലേ ഞാൻ ആരെയാണ് കാത്തിരിക്കുന്നതെന്ന്. എന്തായാലും അമ്മ എല്ലാത്തിനും സമ്മതിച്ചല്ലോ. ശാലിനിയോട് ഇവിടേക്ക് വരാനുള്ള അനുമതി നൽകിയത് തന്നെ അതൊരു നല്ല ലക്ഷണമല്ലേ എന്ന് വിഷ്ണു ചോദിച്ചപ്പോ കാർത്തിക പറഞ്ഞു, അതിന് സത്യാമ്മ ശാലിനി ഇങ്ങോട്ട് വരാൻ ക്ഷണിച്ചില്ലല്ലോ. പപ്പിമോളല്ലേ തന്റെ ബർത്ത്ഡേക്ക് സത്യ ഇവിടേക്ക് ക്ഷണിച്ചത്, കൂട്ടത്തിൽ ശാലിനിയെയും ക്ഷണിച്ചു, അത്രമാത്രം. അല്ലാതെ സത്യാമ്മ ശാലിനിയോട് വരാൻ പറഞ്ഞതായി വെറുതെ വിഷ്ണുവേട്ടൻ ചിന്തിക്കേണ്ടതില്ല. അങ്ങനെ ഒരു ചിന്തയൊന്നും വിഷ്ണുവേട്ടൻ എടുക്കുന്നത് ശരിയാവില്ല. അത്തരം ആലോചനയൊന്നും വിഷ്ണുവേട്ടൻ മനസ്സിൽ കൊണ്ടു നടക്കരുതെന്ന് പറഞ്ഞപ്പോ വിഷ്ണു പറഞ്ഞു, ശരിയാണല്ലോ, അക്കാര്യം ഞാനങ്ങ് വിട്ടുപോയി. എന്നാലും താൻ വെറുതെ എങ്കിലും അങ്ങനെയൊന്ന് പറയടോ, അത് കേൾക്കുമ്പോൾ ഒരാശ്വാസം തോന്നും. കാരണം ഇന്ന് എന്നെ ഇങ്ങനെ ആശ്വസിപ്പിക്കാൻ ഈ വീട്ടിൽ വേറെ ആരുമില്ല. ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തു എന്ന തെറ്റിദ്ധാരണയിൽ, ഞാൻ മറ്റു വിവാഹം കഴിച്ചു എന്ന തെറ്റിദ്ധാരണയിലല്ലേ ഈ വീട്ടിലുള്ളവരെല്ലാം. അല്ലായിരുന്നെങ്കിൽ എന്നെ സമാധാനിപ്പിക്കാനായി എന്റെ അച്ഛനും രോഹിത്തും ശ്യാമയും എല്ലാവരും എന്റെ ഒപ്പം ഉണ്ടാകുമായിരുന്നു. എങ്കിലും സാരമില്ല, ഞാൻ ചെയ്തതൊക്കെ എന്തിനായിരുന്നു എന്നുള്ള കാര്യം, ആ സത്യം തിരിച്ചറിയുമ്പോൾ അവർക്കുണ്ടാകാൻ പോകുന്ന സന്തോഷം അത് ചില്ലറയൊന്നും ആയിരിക്കില്ല എന്ന് വിഷ്ണു കാർത്തികയോട് അറിയിച്ചു. കാർത്തിക അതെല്ലാം കേട്ടങ്ങനെ നിൽക്കുമ്പോൾ കാർത്തികയോട് വിഷ്ണു പറഞ്ഞു,
അങ്ങനെ തന്നെയല്ലേടോ തന്റെയും കാര്യം? നമ്മൾ രണ്ടുപേരും നമ്മൾ അത്രമേൽ സ്നേഹിക്കുന്ന ആളുകൾക്കരികിലേക്ക് എത്താനായി അവരെ സ്വന്തമാക്കുന്നതിന് വേണ്ടിയാണല്ലോ നമ്മൾ ഈ നാടകങ്ങളൊക്കെ കാണിക്കുന്നത്. താനും അതിന് തന്നെയല്ലേ ഹർഷന്റെ വരവിന് വേണ്ടിയും ഹർഷന്റെ അരികിലേക്ക് എത്തിച്ചേരാനും അല്ലേ താനും ഇങ്ങനെയെല്ലാം ചെയ്തു കൂട്ടുന്നത് എന്ന് പറഞ്ഞപ്പോ കാർത്തികയുടെ മനസ്സിലേക്ക് പെട്ടെന്നെത്തിയത് മധുശ്രീ തന്നോട് പറഞ്ഞ കാര്യങ്ങളായിരുന്നു. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ആ വീട്ടിൽ നടപ്പിലാക്കുമ്പോ നിന്റെ ഹർഷനെ കണ്ടെത്താനുള്ള തിരക്കിലായിരിക്കും ഞാൻ എന്ന് മധുശ്രീ പറഞ്ഞത് കാർത്തിക ഓർമ്മിച്ചു. അതോർത്ത് കാർത്തിക അങ്ങനെ നിൽക്കുമ്പോഴാണ് വിഷ്ണു ബർത്ത്ഡേക്കായി അലങ്കരിച്ചിരിക്കുന്ന ആ ഹാളിലേക്ക് എത്തിയത്. അവിടെ സത്യയുടെയും പത്മിനിയുടെയും ഫോട്ടോകളൊക്കെ വെച്ച് ഹാപ്പി ബർത്ത്ഡേ സത്യ പത്മിനി എന്ന് എഴുതിയിരിക്കുന്ന വലിയ ഫ്ലെക്സുകളൊക്കെ കണ്ട് അതിലൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുന്ന വിഷ്ണു പെട്ടെന്ന് കാർത്തിക ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് കണ്ട് വിഷ്ണു ചോദിച്ചു, എന്താടോ താനൊന്നും പറയാത്തത്? അത് കേട്ടതും കാർത്തിക പറഞ്ഞു, അത് പിന്നെ ഞാൻ എന്ന് പറഞ്ഞപ്പോ വിഷ്ണു പറഞ്ഞു, എനിക്കറിയാവോടോ തന്നെ മനസ്സിൽ ഹർഷനെ കുറിച്ചുള്ള ആലോചനകളും ചിന്തകളുമാണ് അല്ലെ? അങ്ങനെ തന്നെയായിരിക്കും എല്ലാവരുടെയും മനസ്സിൽ. ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമുള്ളപ്പോൾ പരസ്പരം അത്രത്തോളം സ്നേഹിക്കുന്നവരെ തമ്മിൽ ഒരു ശക്തിക്കും വേർപെടുത്താനാവില്ല. എന്നെയും ശാലിനിയും പോലെ തന്നെ നിങ്ങൾ രണ്ടുപേരും ഒന്നാവുക തന്നെ ചെയ്യും. ഹർഷൻ കാർത്തിക് എത്തുക തന്നെ ചെയ്യും എന്ന് കാർത്തികയോട് വിഷ്ണു പറയുമ്പോ കാർത്തിക അതെല്ലാം കേട്ട് തലകുലുക്കി. അതോടൊപ്പം മനസ്സിൽ പറഞ്ഞു, മധുശ്രീ സോറി, എനിക്ക് ഒരിക്കലും ഇത്രത്തോളം ആഴത്തിൽ സ്നേഹിക്കുന്ന വിഷ്ണുവേട്ടനെയും ശാലിനിയെയും എനിക്ക് പിരിക്കാനാവില്ല. നീ പറഞ്ഞ കാര്യങ്ങൾ അത് എന്ത് നേട്ടമുണ്ടാകാനാണെങ്കിൽ പോലും എനിക്കത് ചെയ്യാനാവില്ല. ഇനി സ്വർഗം തന്നെ നേടിത്തരാമെന്ന് പറഞ്ഞാലും എനിക്കതിന് സാധിക്കില്ല മധുശ്രീ എന്ന് കാർത്തിക മനസ്സിലങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ വിഷ്ണു കാർത്തികയോട് ചോദിച്ചു, എടോ താൻ വിഷമിക്കണ്ട, എല്ലാം ശരിയാകും, താൻ സമാധാനപ്പെട്, എല്ലാത്തിനും ഉടനെ തന്നെ ഒരു തീരുമാനമുണ്ടാകും എന്ന് പറഞ്ഞപ്പോ അത് തന്നെയാണ് എന്റെ വിശ്വാസവും എന്ന് പറഞ്ഞ് കാർത്തിക അങ്ങനെ നിൽക്കുമ്പോഴാണ് പപ്പിയും ശ്യാമയും രോഹിത്തും ഒക്കെ താഴത്തെ അലങ്കാരങ്ങളൊക്കെ കണ്ട് സന്തോഷത്തോടെ താഴേക്ക് ഇറങ്ങി വന്നത്. പപ്പി താഴെ എത്തിയത് ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതി അലങ്കരിച്ചിരിക്കുന്ന ആ ഹാള് കണ്ട് തന്റെയും സത്യയുടെയും ഫോട്ടോകൾ വെച്ച ആ ഫ്ലെക്സുകളും കണ്ട് വലിയ സന്തോഷത്തോടെ ഹായ് എന്ന് പപ്പി പറഞ്ഞു. അത് കണ്ട ഉടനെ വിഷ്ണു ചോദിച്ചു, എന്തായി, നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ ഇതൊക്കെ എന്ന് ചോദിച്ചപ്പോ ഇഷ്ടപ്പെട്ടു എന്ന് പപ്പി മറുപടി നൽകി. അപ്പോഴേക്കും രാഘവൻ നായരും അവിടേക്ക് എത്തി. ഈ സമയത്ത് ശ്യാമ ഫ്ലെക്സിലേക്ക് ശ്രദ്ധിച്ചത് അതിലെ സത്യയുടെ ഫോട്ടോ കണ്ടതോടെ ശ്യാമ ചോദിച്ചു, ആഹാ, ഇതിൽ സത്യയുടെ പടവും ഉണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോ ഉടനെ രോഹിത് പറഞ്ഞു, ഇതൊക്കെ വിഷ്ണു ബ്രോയുടെ ഐഡിയയാണ്. അത് കേട്ടതും രാഘവൻ നായർ പറഞ്ഞു, എന്നാ ഈ ഐഡിയ ഒന്നും ഇവന്റെ കല്യാണത്തിനുണ്ടായിരുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് രാഘവൻ നായർ സംസാരിച്ചപ്പോ വിഷ്ണു തലകുനിച്ച് നിൽക്കുകയും ആ വാക്കിന് മറുപടി ഒന്നും പറയാതായപ്പോ കല്യാണത്തിന് ഇപ്പൊ എന്താ പറ്റിയത് എന്ന് ചോദിച്ച് സത്യഭാമ അവിടേക്ക് വന്നെത്തി. സത്യഭാമ ഹാളിലേക്ക് എത്തിയതും മറുപടി ഒന്നും പറയാനാകാതെ എല്ലാവരും അങ്ങ് നിൽക്കുമ്പോ സത്യഭാമ രാഘവൻ നായരോട് കലിയോടെ, ഈ വിവാഹത്തിന് ഇപ്പൊ എന്ത് പറ്റിയെന്നാ പറഞ്ഞത് എന്ന് ചോദിച്ചു. എന്താ, ആർക്കും ഒന്നും പറയാനില്ലേ എന്ന് സത്യാമ്മ എല്ലാവരോടുമായി അന്വേഷിച്ചു. ഒന്നും മിണ്ടാതെ അങ്ങനെ നിൽക്കുമ്പോൾ അവിടേക്ക് പിള്ളാച്ചനും മറ്റെല്ലാവരും എത്തി. ഉടനെ രാഘവൻ നായർ പറഞ്ഞു, കൊള്ളാം, എന്തായാലും ഇവൻ ചെയ്ത് അത്ര നല്ല പ്രവൃത്തിയാണല്ലോ അല്ലേ എന്ന് ചോദിച്ചപ്പോ സത്യഭാമ പറഞ്ഞു, എന്താ അതിനിപ്പോ പ്രശ്നം ഉണ്ടായത് എന്നെല്ലാം ചോദിച്ച് സത്യാമ്മ ദേഷ്യപ്പെടാൻ തുടങ്ങുമ്പോ ഇതെല്ലാം കേട്ട് വന്ന രോഹിത് പറഞ്ഞു, ദേവി ഇന്ന് ഒരു ദിവസമെങ്കിലും രണ്ടുപേരും തമ്മിലുള്ള ഈ വഴക്കൊന്ന് നിർത്താവോ എന്ന് ചോദിച്ചപ്പോ സത്യഭാമ പറഞ്ഞു, ഞാനല്ലല്ലോടാ, നിന്റെ അച്ഛൻ തന്നെയല്ലേ എന്ന് പറഞ്ഞ് സത്യഭാമ ദേഷ്യത്തോടെ നേരെ നോക്കുമ്പോ അവിടെ ആ ഫ്ലെക്സിൽ സത്യയുടെ ഫോട്ടോ കണ്ടു. അത് കണ്ടതോടെ എന്താ അത് എന്ന് സത്യഭാമ ചോദിച്ചു. ഇത് കണ്ടിട്ട് നിനക്കറിയില്ലേ ഭാമേ, ഇംഗ്ലീഷാ എഴുതിയിരിക്കുന്നത്, അത് വായിക്കാൻ നിനക്കറിയില്ലേ എന്ന് ചോദിച്ചപ്പോഴേക്കും, ഇത് രാഘവേട്ട, വെറുതെ എന്നെ പരിഹസിക്കരുത് കേട്ടോ. അല്ല, പപ്പിമോളുടെ പിറന്നാളിന്റെ കൂടെ ആ ജന്തുവിന്റെ ഫോട്ടോ എന്തിനാ വെച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോഴേക്കും രാഘവനാർ പറഞ്ഞു, അതിന് സത്യം ക്ഷണിച്ചിട്ടുണ്ടല്ലോ, നിന്റെ അനുവാദം കിട്ടിയിട്ടല്ലേ ഇതെല്ലാം ചെയ്ത് എന്ന് ചോദിച്ചപ്പോ അതിനെ ഈ ഫോട്ടോ വെക്കാനൊന്നും ഞാൻ ആരോടും പറഞ്ഞിട്ടൊന്നുമില്ല രോഹിത്തെ, ഇപ്പൊ തന്നെ അത് വലിച്ചു കയറി കളയണം എന്ന് പറഞ്ഞപ്പോഴേക്കും രോഹിത് പറഞ്ഞു, അത് പിന്നെ സത്യാമ്മേ, അവരെ എവിടേക്ക് ക്ഷണിച്ചതും ഇന്ന് ഇവിടെ പിറന്നാൾ ആഘോഷിക്കാമെന്ന് പറഞ്ഞല്ലേ, അപ്പൊ പിന്നെ അത് വലിച്ചു കയറി കളയുന്നേ എന്തിനാണ് സത്യാമ്മേ എന്ന് ചോദിച്ചപ്പോ സത്യഭാമ പറഞ്ഞു, വലിച്ചു കയറി കളയണമെന്ന് പറഞ്ഞ് കളയണം. ആ ജന്തുവിന്റെ പേരോ ഫോട്ടോയോ ഒന്നും എന്റെ കുഞ്ഞിന്റെ കൂടെ വെക്കാൻ പോലും ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് സത്യഭാമ ദേഷ്യപ്പെട്ടു. ഇത് കേട്ടതിന് രാഘവൻ ഭാമേ എന്ന് പറഞ്ഞപ്പോ രോഹിത് ചോദിച്ചു, അമ്മേ, അത് എന്തിനാ അതിപ്പോ കളയുന്നത് സത്യാമ്മേ, അതെന്തിനാ ഇത്ര വാശി പിടിക്കുന്നത്, ഒരു ഫോട്ടോയല്ലേ എന്ന് ചോദിച്ചപ്പോഴേക്കും അവിടെ നിന്ന് സത്യയുടെ കുറിച്ച് പറഞ്ഞതെല്ലാം കേട്ട പപ്പി ചോദിച്ചു, സത്യാമ്മ ചിന്തുന്ന് വിളിച്ചത് എന്റെ സത്യയാണോ എന്ന് ചോദിച്ചതും ഉടനെ രാഘവൻ നായർ പറഞ്ഞു, അതെ മോളെ, നിന്റെ അച്ഛമ്മയ്ക്ക് അത്രത്തോളം ഉള്ള ബോധവും വിവരമൊക്കെ അല്ലേ ഉള്ളൂ.
എന്താ പറയണ്ടേ ചെയ്യണ്ടേന്ന് പോലും അവൾക്കറിയില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ ദേ രാഘവേട്ട ഞാൻ എന്ന് പറഞ്ഞ് സത്യഭാമ ദേഷ്യപ്പെടാൻ തുടങ്ങുമ്പോ ഉടനെ കേട്ട് നിന്ന രോഹിത് പറഞ്ഞു, അതെ ദേവി ഇത് രണ്ടുപേരും ഇനിയെങ്കിലും ഈ പ്രശ്നം ഒന്ന് അവസാനിപ്പിക്കാവോ? ഞാൻ പറയുന്നുണ്ടെന്നും തോന്നരുത്. ഇന്ത്യ പാക് അതിർത്തിയിൽ പോലും ഇതുപോലെയുള്ള വെടിനിർത്തൽ ചില സമയങ്ങളിൽ ഇല്ലാതാകും. ഒരു സമാധാനപൂർണമായ അന്തരീക്ഷം അവിടെ ഉണ്ടാകും. എന്നിട്ടും ഈ വീട്ടിൽ എന്നും ഇതുപോലെ ഇങ്ങനെയുള്ള ഒച്ചകൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇനിയെങ്കിലും ഇവിടെയുള്ള ഈ വെടിയുച്ച ഇല്ലാതാക്കണം. ഇങ്ങനെയുള്ള വെടിവെപ്പുകൾ അവസാനിപ്പിച്ചൂടെ? ഇന്നത്തെ ദിവസത്തേക്കെങ്കിലും. ഇന്നലെ പറഞ്ഞതാണല്ലോ ഇന്നിവിടെ ഒരു സന്തോഷം നിറഞ്ഞ ദിവസമാണെന്നും ആ ദിവസം അലങ്കോലമാക്കരുതെന്നും എന്ന് പറഞ്ഞപ്പോ സത്യഭാമ പറഞ്ഞു, എടാ മോനെ നിന്റെ അച്ഛനല്ലേ ഈ പ്രശ്നമെല്ലാം ഉണ്ടാക്കുന്നത് എന്ന് ചോദിച്ചപ്പോ രാഘവൻ നായർ പറഞ്ഞു, അതെ എന്തായാലും ശരി, ഫ്ലെക്സിലുള്ള സത്യമോളുടെ ഫോട്ടോ വലിച്ചു കീറാനോ പേര് വലിച്ചു കളയാനോ ഞാൻ സമ്മതിക്കില്ല. ഫ്ലെക്സോ പോസ്റ്ററോ ഒന്നും വലിച്ചു കീറാൻ ഞാൻ അനുവദിക്കില്ല എന്ന് രാഘവൻ നായർ പറയുമ്പോ ദേ രാഘവേട്ട എന്ന് പറഞ്ഞ് സത്യഭാമ വീണ്ടും ദേഷ്യപ്പെടാൻ തുടങ്ങുന്നത് കണ്ട് രോഹിത്തെ കൈകൂപ്പി പറഞ്ഞു, ദേവി ഇത് ഇനിയെങ്കിലും എന്റെ അച്ഛന്റെ ഈ വെടിവെച്ചൊന്ന് അവസാനിപ്പിക്കാവോ? ഇനിയും ഇതുപോലെ പരസ്പരം വെടിയുതിർത്തുകൊണ്ടിരിക്കാതിരിക്കാവോ എന്ന് ചോദിച്ചതും രാഘവൻ നായർ പറഞ്ഞു, ശരി ശരി ഞാൻ നിർത്തി, ഞാനായിട്ട് ഇനി പ്രശ്നം ഉണ്ടാക്കുന്നില്ല. അപ്പോഴേക്കും സത്യഭാമയെ നോക്കി രോഹിത് പറഞ്ഞു, ദേ നമ്മൾ ക്ഷണിച്ചിട്ട് ഗസ്റ്റുകളൊക്കെ വന്നു തുടങ്ങി. ഇനിയും ഈ വെടി ഉതിർക്കുന്ന പരിപാടി നിർത്തിയില്ല എങ്കിൽ അവരുടെ ദേഹത്തും വെടികൊള്ളും. പിന്നെ അറിയാവല്ലോ. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാക്കല്ലേ എന്ന് പറഞ്ഞതും സത്യഭാമ ശാന്തയായിട്ട് നിന്നു. അപ്പോഴാണ് അകത്തേക്ക് അവർ ക്ഷണിച്ചിട്ട് അയൽവാസികൾ പലരും വന്നെത്തിയത്. അവരെല്ലാവരും ഗിഫ്റ്റുമായി അകത്തേക്ക് കയറി വന്നത് കണ്ട് സത്യാമ്മയെ എന്ന് വിളിച്ചത് കേട്ട് എല്ലാവരോടും അകത്തേക്ക് കയറി വരാനായി സത്യഭാമ പറഞ്ഞു. കയറി വാ, ഇതാണ് ഞങ്ങളുടെ ബർത്ത്ഡേ കുട്ടി എന്ന് പറഞ്ഞ്, പിറന്നാൾ കുട്ടി ഇതാണ് എന്ന് പറഞ്ഞ് പപ്പിയെ അവരുടെ മുന്നിലേക്ക് നിർത്തി. പപ്പിക്കയുടെ കയ്യിലേക്ക് അവർ കൊണ്ടുവന്ന ഗിഫ്റ്റുകൾ കൊടുത്ത് ഹാപ്പി ബർത്ത്ഡേ പപ്പിമോളെ എന്ന് പറഞ്ഞ് കയ്യിലേക്ക് ആ ഗിഫ്റ്റ് കൊടുത്തു. ഈ സമയത്ത് അലങ്കാരങ്ങളൊക്കെ കണ്ടവർ അതിശയത്തോടെ ചോദിച്ചു, ആഹാ കൊള്ളാവല്ലോ, വളരെ ഗംഭീരമാക്കിയിട്ടുണ്ടല്ലോ ഇത്തവണത്തെ പിറന്നാള് എന്ന് പറഞ്ഞപ്പോ ഉടനെ അവിടെ ഇരുന്ന ഫ്ലെക്സിൽ കണ്ട സത്യയുടെ ഫോട്ടോ കണ്ടിട്ട് ഒരാൾ ചോദിച്ചു, അല്ല അതേതാ കുട്ടി? അത് പപ്പിമോളുടെ കൂടെയുള്ള മറ്റൊരു കുട്ടി ഏതാ എന്ന് സംശയത്തോടെ ചോദിച്ചു. അത് കേട്ട സത്യഭാമ മറുപടി എന്ത് പറയാന്നറിയാതെ ഞെട്ടലോടെ രാഘവൻ നായരെ നോക്കുന്നു. രാഘവൻ നായർ ഒരു ചെറിയ പരിഹാസം കലർന്ന ചിരിയോടെ സത്യഭാമയെ നോക്കി. മറുപടി പറയാനാകെ ബുദ്ധിമുട്ടി സത്യഭാമ അത് പിന്നെ എന്ന് പറഞ്ഞ് സംസാരിച്ചു തുടങ്ങിയപ്പോഴേക്കും രോഹിത് ഇടയിൽ കയറി പറഞ്ഞു, അത് പപ്പിമോളുടെ കൂട്ടുകാരിയാണ് സത്യ. ആ കുട്ടിയുടെ ബർത്ത്ഡേ ഇന്നാണ്. സത്യത്തിൽ ഇത്തവണത്തെ ബർത്ത്ഡേ ഫംഗ്ഷൻ ഞങ്ങള് ഇത്ര വലിയ ഗ്രാൻഡ് ആക്കണ്ട എന്ന് കരുതിയതായിരുന്നു. എന്തെങ്കിലും ഒരു അനാഥാലയത്തിൽ അന്നദാനം നൽകി ഇത്തവണത്തെ ഈ പിറന്നാൾ ആഘോഷം അങ്ങ് ആ രീതിയിൽ അവസാനിപ്പിക്കാമെന്ന് കരുതി. അപ്പോഴാണ് പപ്പിമോളുടെ കൂട്ടുകാരി സത്യയുടെയും ബർത്ത്ഡേ ഇന്നാണെന്ന് അറിഞ്ഞത്. അത് കേട്ടപ്പോ സത്യാമ്മ പറഞ്ഞു, സത്യാമ്മയുടെ ആഗ്രഹം കൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യം തന്നെ നടത്തിയത്. എന്തായാലും പപ്പിമോളുടെ ബർത്ത്ഡേ ആഘോഷിക്കുന്ന കൂട്ടത്തിൽ ആ കുട്ടിയുടെയും ബർത്ത്ഡേ ഇവിടെ വെച്ച് ആഘോഷിക്കാമെന്ന്. അപ്പോ രണ്ടുപേർക്ക് ഒത്തിരി സന്തോഷമാകുമല്ലോ, അവർക്ക് ചെലവും കുറയും. അതാണ് അത്രയും വലിയൊരു മനസ്സാണ് സത്യാമ്മയ്ക്കുള്ളത് എന്ന് പറഞ്ഞപ്പോ ഉടനെ സത്യഭാമയെ കുറിച്ച് അങ്ങനെ രോഹിത് പറഞ്ഞത് കേട്ട് അവർ പറഞ്ഞു, അല്ലെങ്കിലും സത്യാമ്മ അങ്ങനെ തന്നെയല്ലേ, കണ്ടില്ലേ സത്യാമ്മയുടെ ആ കുടുംബ മഹിമ കാണിച്ചത്. തന്റെ പേരക്കുട്ടിയോടൊപ്പം പഠിക്കുന്ന ആ കൂട്ടുകാരി കൊച്ചിന്റെയും ബർത്ത്ഡേ ആഘോഷിക്കാനായിട്ട് ആ കുട്ടിയെ ഇവിടേക്ക് ക്ഷണിച്ചു വരുത്തുന്നു. അതുമാത്രമല്ല ഇവിടത്തെ ഇത്രയും വലിയൊരു ഫംഗ്ഷൻ നടത്തി ആ കുട്ടിയുടെയും പിറന്നാൾ ആഘോഷിക്കുന്നു. ഇത്രയും വലിയൊരു മനസ്സ് വേറെ ആർക്കാണ് ഈ നാട്ടിൽ ഉണ്ടാവുക ശോഭയെ? അത് സത്യാമ്മയ്ക്കല്ലാതെ മറ്റാർക്കും ഉണ്ടാവില്ല എന്നൊക്കെ സത്യഭാമ ഇങ്ങനെ പുകഴ്ത്തുന്നത് കേട്ട് ശ്യാമയും വിഷ്ണുവും രാഘവൻ നായരും ഒക്കെ അടക്കി അങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുമ്പോ സത്യഭാമ തന്നെ കുറിച്ച് അവർ പറഞ്ഞതൊക്കെ കേട്ട് വളരെയധികം സന്തോഷത്തോടെയും അഹങ്കാരത്തോടെയും അങ്ങനെ തന്നെ വലിയ ആളാണെന്നുള്ള രീതിയിൽ അവർ പറഞ്ഞതിന്റെ ആ ഒരു സന്തോഷത്തിലിരുന്നു. അപ്പോഴാണ് സത്യഭാമയോട് എല്ലാവരും വളരെ സന്തോഷത്തോടെ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തതിന് അവരുടെ സന്തോഷം അറിയിച്ചങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്ന് രോഹിത് പറഞ്ഞു, അതെ ഇവിടുത്തെ ബർത്ത്ഡേ മാത്രമല്ല കേട്ടോ, മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇന്ന് ഈ ബർത്ത്ഡേ ആഘോഷത്തോടൊപ്പം ഇവിടെ മറ്റൊരു ചടങ്ങ് കൂടി നടത്തുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ അപ്പുറത്ത് നിന്ന പൊന്നിയോട് സത്യഭാമ അരികിലേക്ക് വരാനായി പറഞ്ഞു. പൊന്നി അടുത്തേക്ക് വന്നതും സത്യഭാമ പൊന്നിയോട് പതിയെ ശബ്ദം താഴ്ത്തി ചോദിച്ചു, എടി പൊന്നി, സത്യത്തിൽ ഇവൻ എന്നെ കളിയാക്കുകയാണോ ഈ രാഹിത്ത്? എന്നെ ഒന്ന് ഊതിയതുപോലെ എനിക്ക് തോന്നുന്നല്ലോ, അങ്ങനെയാണോ രോഹിത് ഇപ്പൊ കാണിച്ചത് എന്ന് ചോദിച്ചപ്പോ ഉടനെ പൊന്നി പറഞ്ഞു, ഏയ് അങ്ങനെയൊന്നുമില്ല സത്യാമ്മയും. സത്യാമ്മയ്ക്ക് നല്ല മൈലേജ് കിട്ടാൻ വേണ്ടി രോഹിത് കുഞ്ഞ് അങ്ങനെ പറഞ്ഞതല്ലേ, അല്ലാതെ
സത്യാമ്മേനെ എങ്ങാനും ഇങ്ങനെ കളിയാക്കുവോ? സത്യാമ്മ ഇതൊക്കെ വലിച്ചു കയറി കളയാൻ പറഞ്ഞതൊന്നും ഇവിടെ ആരും തന്നെ കേട്ടിട്ടില്ലല്ലോ. പിന്നെ എന്താ എന്നിങ്ങനെ പൊന്നി സത്യാമ്മയോട് പറഞ്ഞപ്പോ സത്യഭാമ പറഞ്ഞു, ശരിയാ, എനിക്കും അങ്ങനെയൊക്കെ തോന്നി എന്ന് പറഞ്ഞ് സത്യഭാമ അങ്ങനെ നിന്നു. ഉടനെ രോഹിത് ഇതൊക്കെ കണ്ട് കൃത്യമായി മനസ്സിലാക്കി തല കുലുക്കിക്കൊണ്ട് വേഗം അവിടെ വന്നവരോട് പറഞ്ഞു, അതെ, ഈ ഫ്ലെക്സ് മാത്രമല്ല, സത്യാമ്മയുടെ വിശാലമായ മനസ്സ് കാണണമെങ്കിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇന്നത്തെ ഇവിടെ കേക്ക് കട്ട് ചെയ്യാൻ പോകുന്ന ആ കേക്കിലും ആ കുട്ടികളുടെ രണ്ടുപേരുടെയും പേരെയും, പപ്പിമോളുടെയും കൂട്ടുകാരി സത്യയുടെയും പേരാ എഴുതിയിരിക്കുന്നത്. രണ്ടുപേരുടെയും കേക്ക് ഇന്ന് ഓർഡർ ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞു. അത് കേട്ടതും സത്യഭാമ ഞെട്ടലോടെ പൊന്നിയെ നോക്കി. ഇതും ശരിക്കും അവൻ എന്നെ കളിയാക്കുന്നതല്ലോ എന്ന് ചോദിച്ചപ്പോ സത്യഭാമയെ നോക്കി പൊന്നി പറഞ്ഞു, ഏയ് അങ്ങനെയൊന്നുമില്ല സത്യാമ്മേ, ഇതൊക്കെ സത്യാമ്മയ്ക്ക് മൈലേജ് കൂട്ടാനായിട്ട് അവരിങ്ങനെ പറയുന്നതല്ലേ, അല്ലാതെ രോഹിത് കുഞ്ഞ് അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞപ്പോ സത്യഭാമ അത് വിശ്വസിച്ച് ശരിയാണെന്ന് പറഞ്ഞ് തലകുലുക്കി അങ്ങനെ പുഞ്ചിരിച്ചുകൊണ്ട് എല്ലാവരെയും നോക്കി നിന്നു. അപ്പോഴാണ് രോഹിത് ചോദിച്ചത്, അല്ല മോളെ, സത്യ വിളിച്ചു നോക്കിയേ, എവിടെ വരെ എന്ന് ചോദിച്ചതും, ശരി അച്ഛ, അച്ഛനെങ്കിൽ ഫോൺ തന്നെ എന്ന് പറഞ്ഞ് ഫോൺ മേടിച്ച് പപ്പി സത്യയുടെ ഫോണിലേക്ക് വിളിച്ചു. ഫോൺ റിങ് ചെയ്യുന്നത് കേട്ടതോടെ സത്യ കോൾ അറ്റൻഡ് ചെയ്തിട്ട് പറഞ്ഞു, ദേ അമ്മേ, പപ്പിയാ വിളിക്കുന്നത്. ഹായ് പപ്പി എന്ന് പറഞ്ഞ് കോള് അറ്റൻഡ് ചെയ്ത സത്യ സംസാരിച്ചു തുടങ്ങിയതും പപ്പി ചോദിച്ചു, സത്യേ, നീ എവിടെയാ, ഇങ്ങോട്ട് എത്താറായോ എന്ന് ചോദിച്ചതും പെട്ടെന്ന് സത്യ ശാലിനിയോട് ചോദിച്ചു, അമ്മേ, നമ്മളിപ്പോ എവിടെ എത്തി എന്ന് അന്വേഷിച്ചു. ശാലിനി പറഞ്ഞു, ഒരു 10 മിനിറ്റ് മോളെ എന്ന് പറഞ്ഞത്. 10 മിനിറ്റ് കൂടി ഉള്ളൂ പപ്പി എന്ന് സത്യ മറുപടി നൽകി. എന്നാ ശരിയേ എന്ന് പറഞ്ഞ് ഫോൺ വെച്ചതിന് ശേഷം പപ്പി എല്ലാവരോടുമായിട്ട് പറഞ്ഞു, അതെ, 10 മിനിറ്റ് കൂടിയേ ഉള്ളൂ, സത്യ ഇങ്ങോട്ട് എത്തും, ഉടനെ തന്നെ എത്തുമെന്നാ പറഞ്ഞത് എന്ന് പറഞ്ഞ് ഫോൺ വെച്ചു. എല്ലാവരും വലിയ സന്തോഷത്തിൽ അങ്ങനെ ഇരിക്കുമ്പോൾ ശ്യാമ നേരെ സ്റ്റെയർ കയറി റൂമിലേക്ക് പോയി. ഈ സമയത്ത് സത്യഭാമ ആലോചിച്ചു, അപ്പോൾ ഉടനെ തന്നെ രണ്ടുപേരും ഇങ്ങെത്തും, വരട്ടെ എന്നിങ്ങനെ സത്യഭാമ ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ശാലിനിയുടെ അരികിലിരുന്ന പപ്പി ശാലിനിയുടെ അരികിൽ നിന്ന് സത്യ കോള് കട്ട് ചെയ്തതിനു ശേഷം പറഞ്ഞു, അമ്മേ, ഈ ബർത്ത്ഡേക്ക് അച്ഛൻ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എത്ര സന്തോഷമായേനെ എന്ന് ചോദിച്ചിട്ടും ശാലിനി മനസ്സിൽ പറഞ്ഞു, മോളെ, നിന്റെ അച്ഛൻ അവിടെ തന്നെയുണ്ട് എന്ന് മനസ്സിൽ അങ്ങനെ പറഞ്ഞുകൊണ്ട് ശാലിനി വളരെ ദയനീയമായി സത്യയെ നോക്കി. അപ്പോഴാണ് വിഷ്ണുവിന്റെ വീട്ടിലേക്ക് കമലൻ കേക്കുമായി എത്തിയത്. ആശാൻ പറഞ്ഞ പോലെ തന്നെ ദാ കേക്ക് കിട്ടി എന്ന് പറഞ്ഞ് കേക്കുമായി നേരെ കമലൻ വീട്ടിലേക്ക് വന്നെത്തി. കമലൻ കൊണ്ടുവന്ന ആ കേക്ക് ഓപ്പൺ ചെയ്ത് നോക്കിയതും അതിൽ ഹാപ്പി ബർത്ത്ഡേ സത്യ ആൻഡ് പത്മിനി എന്ന് എഴുതിയിരിക്കുന്നു. അത് കണ്ടതോടെ സത്യഭാമ ഞെട്ടലോടെ നോക്കി. ഈ സമയത്ത് ശാരദാമ്മ ആകെ ടെൻഷനോടെ ശ്യാമയുടെ ഫോണിലേക്ക് വിളിച്ചു. ശ്യാമ മുകളിലേക്ക് വന്ന് കോൾ അറ്റൻഡ് ചെയ്തതും, എന്താമ്മേ, എന്താ വിളിച്ചത്, കുഞ്ഞേച്ചി എത്താറായോ എന്ന് ചോദിച്ചു. അവരിവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്, ഇപ്പൊ എത്താനുള്ള സമയമായി, അതാ ഞാൻ വിളിച്ചത്, മോളെ, അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകോടി, അതാ എന്റെ ടെൻഷൻ എന്ന് പറഞ്ഞതും ശ്യാമ പറഞ്ഞു, അമ്മയ്ക്ക് കൂടി വരാമെന്നല്ലോ കുഞ്ഞേച്ചിയുടെ കൂടെ, ഇവിടെ ഇപ്പോ സത്യമ്മ ഇങ്ങനെ ഒരു ബർത്ത്ഡേ ആഘോഷിക്കാൻ സമ്മതം പറഞ്ഞിട്ടുണ്ട്, ഇനി എന്താ സത്യാമ്മയുടെ തീരുമാനമൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞ് ശ്യാമ ഫോണിൽ സംസാരിക്കുമ്പോൾ സത്യഭാമ ശ്യാമയെ അന്വേഷിച്ച് റൂമിലേക്ക് എത്തുന്നു. ആ സമയത്ത് ശ്യാമ ഇത് ആരോടാ ഫോണിൽ സംസാരിക്കുന്നതെന്ന് സത്യഭാമ നോക്കി. അപ്പോഴേക്കും സത്യഭാമ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ശ്യാമയെ നോക്കിയതും ശ്യാമ പറഞ്ഞു, അമ്മ എന്താ ഇപ്പൊ വിളിച്ചതെന്ന് ചോദിച്ചതും, അമ്മയ്ക്ക് ഇങ്ങോട്ട് വന്നൂടായിരുന്നോ എന്ന് ചോദിച്ചപ്പോ ശാരദാമ്മ പറഞ്ഞു, എടി മോളെ, അവിടുത്തെ കാര്യം ഓർത്തിട്ട് എനിക്ക് യാതൊരു സമാധാനവുമില്ല. ശാലിനിയാണെങ്കിൽ സത്യമോളുമായിട്ട് അവിടേക്ക് എത്തുന്നു. വിഷ്ണു മറ്റൊരു പെൺകുട്ടി വിവാഹം കഴിച്ച് ആ വീട്ടിൽ നിൽക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ അവിടെ എന്ത് സംഭവിക്കും, സത്യാമ്മ ഇനി എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നൊക്കെയാണ് എന്റെ ആശങ്ക. അപ്പോഴേക്കും ശ്യാമ പറഞ്ഞു, എന്റെ അമ്മ ഇത്രയും ദൂരത്തിരുന്ന് ഇങ്ങനെ ടെൻഷൻ ആവുന്നു. ഇവിടെ നിൽക്കുന്ന ഞാൻ എത്രത്തോളം ടെൻഷൻ ആവുന്നുണ്ടെന്ന് അമ്മയ്ക്കറിയോ? ഞാൻ എന്തൊരവസ്ഥയിലാ ഇവിടെ കഴിയുന്നതെന്ന് അമ്മയ്ക്കറിയാവോ? ചിലപ്പോ ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലുമൊക്കെ ഒന്ന് ഇറങ്ങിപ്പോയാലോ ഓടിപ്പോയാലോ എന്ന് പോലും എനിക്ക് തോന്നാറുണ്ട്. പിന്നെ എല്ലാത്തിനേക്കാൾ ഉപരി മറ്റൊരു കാര്യം കൂടി ഉണ്ടല്ലോ അമ്മേ, എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും എങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞാലും പപ്പി എന്റെ മോളല്ല എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമല്ലേ അമ്മേ എന്ന് പറഞ്ഞു. പപ്പി എന്റെ മോളല്ലല്ലോ എന്ന് ചോദിച്ച് ശ്യാമ സങ്കടത്തോടെ ശാരദാമ്മയോട് പറയുമ്പോ ആ വാക്കുകൾ സത്യഭാമ വാതിക്കൽ നിന്ന് കേൾക്കാനിടയായി. ശ്യാമയുടെ വാക്കുകൾ കേട്ട് ഞെട്ടലോടെ സത്യാമ്മ നോക്കുമ്പോൾ പിന്തിരിഞ്ഞു നോക്കിയ ശ്യാമ സത്യഭാമ ഇതെല്ലാം കേട്ട് നിൽക്കുകയായിരുന്നു എന്ന് അറിഞ്ഞതോടെ ശ്യാമയ്ക്കാകെ ടെൻഷനാവുന്നു. ഉടനെ ശാരദാമ്മ വീണ്ടും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറുപടിയൊന്നും കേൾക്കാറായതോടെ ശാരദാമ്മയ്ക്കാകെ സംശയമാവുന്നു. എടി മോളെ, നീ കേൾക്കുന്നില്ലേടി എന്ന് ചോദിച്ച് വീണ്ടും ശാരദാമ്മ വിളിക്കുമ്പോഴേക്കും സത്യഭാമ ശ്യാമയുടെ അരികിലേക്ക് എത്തുന്നു.
ഇവളെന്താ ഒന്നും മിണ്ടാതെ ഫോൺ കട്ട് ചെയ്തത് എന്ന് ശാരദാമ്മ സംശയിച്ചു. അപ്പോഴേക്കും സത്യഭാമ അരികിലേക്ക് എത്തി ശ്യാമയോട് ചോദിച്ചു, ശ്യാമേ, നീ എന്താ ഇപ്പൊ പറഞ്ഞത് എന്ന് ചോദിച്ചതും ശ്യാമ പറഞ്ഞു, അത് ഞാനൊന്നും പറഞ്ഞില്ല സത്യാമ്മേ എന്ന് പറഞ്ഞപ്പോ സത്യഭാമ പറഞ്ഞു, ശ്യാമേ, നീ വെറുതെ എന്റെ മുന്നിൽ നാടകം കളിക്കണ്ട. ഞാൻ സ്പഷ്ടമായിട്ട് കേട്ടതാണ് പപ്പി നിന്റെ മോളല്ല എന്ന് പറയുന്നത്. മര്യാദയ്ക്ക് സത്യം പറഞ്ഞു ശ്യാമേ, എനിക്ക് നിന്റെ നാവിൽ നിന്ന് കേൾക്കണം. നീ ഇപ്പോൾ പറഞ്ഞത് ഞാൻ കേട്ടതാണ്. എന്താ ശ്യാമേ, എന്താ നീ പറഞ്ഞത് എന്ന് ചോദിച്ചതും സത്യഭാമയോട് സത്യം എങ്ങനെ പറയുമെന്നുള്ള ആശങ്കയിലും സത്യാമ്മ സത്യം അറിഞ്ഞാലുണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്തുമെല്ലാം ഓർത്ത് ഭയന്ന് വിറച്ച് ശ്യാമ സത്യഭാമയെ തന്നെ നോക്കി നിൽക്കുന്നു.